നമസ്കാരം, വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി. കാലടി സർവകലാശാല കവാടത്തിന് മുൻപിൽ പ്രധാനമന്ത്രിയെ അവഹേളിക്കുന്ന ബോർഡ് സ്ഥാപിച്ചതിൽ കേന്ദ്ര ഇന്റലിജൻസ് അന്വേഷണം ആരംഭിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിൽ മരിച്ച ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രൻ നായരുടെ മകൾ ആരതിയുടെ ധീരതയെ പ്രശംസിച്ച് മേജർ രവി. പെരുമ്പാവൂർ മുടിക്കലിൽ പുഴയരികിൽ നടക്കാനിറങ്ങിയ സഹോദരിമാർ വെള്ളത്തിൽ വീണ് അപകടം, ഒരാൾ മരിച്ചു. വാർത്തകൾ വിശദമായി. കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല കവാടത്തിന് മുൻപിൽ പ്രധാനമന്ത്രിയെ അവഹേളിക്കുന്ന ബോർഡ് സ്ഥാപിച്ചതിൽ കേന്ദ്ര ഇന്റലിജൻസ് അന്വേഷണം ആരംഭിച്ചു. ശനിയാഴ്ച രാവിലെയാണ് പ്രധാനമന്ത്രിയുടെ കൈകളിൽ ശൂലത്തിൽ തറച്ച ഭ്രൂണവും മിനാരങ്ങളും താമരയും കൊലക്കയറുമുള്ള ചിത്രവുമായി ബോർഡ് സ്ഥാപിച്ചത്. കാലടി ശ്രീശങ്കരാചാര്യ സംസ്കൃത സർവകലാശാല കവാടത്തിന് മുൻപിൽ പ്രധാനമന്ത്രിയെ അവഹേളിക്കുന്ന ബോർഡ് സ്ഥാപിച്ചതിൽ കേന്ദ്ര ഇന്റലിജൻസ് അന്വേഷണം ആരംഭിച്ചു. ശനിയാഴ്ച രാവിലെയാണ് ബോർഡ് കണ്ടത്. 4 കൈകളുള്ള പ്രധാനമന്ത്രിയുടെ ചിത്രമാണ് ബോർഡിലുള്ളത്. കൈകളിൽ ശൂലത്തിൽ തറച്ച ഭ്രൂണവും മിനാരങ്ങളും താമരയും കൊലക്കയറുമാണുള്ളത്. തുടർന്ന് ബോർഡ് എടുത്തുമാറ്റി. BJP നൽകിയ പരാതിയെ തുടർന്ന് കാലടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ബോർഡ് സ്ഥാപിച്ചവർക്കെതിരെ അന്വേഷണം നടത്തിവരികയാണ്. പഹൽഗാം ഭീകരാക്രമണത്തിൽ മരിച്ച ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രൻ നായരുടെ മകൾ ആരതിയുടെ ധീരതയെ പ്രശംസിച്ച് മേജർ രവി. കണ്ണീർ അടക്കിപ്പിടിച്ചാണ് സമചിത്തതയോടെ കാര്യങ്ങൾ മനസ്സിലാക്കി ആരതി പെരുമാറുന്നതെന്നും ആ ധൈര്യത്തെ സല്യൂട്ട് ചെയ്യുന്നുവെന്നും മേജർ രവി മാധ്യമങ്ങളോട് പറഞ്ഞു. ഇദ്ദേഹത്തെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്. വളരെ രാജ്യസ്നേഹിയായിട്ടൊരു വ്യക്തി. അദ്ദേഹത്തിന്റെ കർമ്മങ്ങളും ഇതെല്ലാം അറിയാവുന്നതുകൊണ്ട് പിന്നെ ഇവിടെ വന്നപ്പോൾ ഞാൻ അവരെ സമാധാനിപ്പിക്കുക എന്നുള്ളൊരു ലെവലിലാണ് വരുന്നത്. അവരെ കണ്ട് നമ്മുടെ സങ്കടം ഒതുക്കാൻ പറ്റുന്നില്ല. പക്ഷെ ആ ഫാമിലിയിൽ നിന്ന് തിരിച്ചു കിട്ടിയിട്ടുള്ള ഒരു ഊർജ്ജം ഒന്നുണ്ടല്ലോ, ചെന്ന വഴിക്ക് തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ എഴുന്നേറ്റുന്നുണ്ട് ഭാരത് മാതാക്ക് ചെയ്യുന്നതാണ് പറഞ്ഞത്. ഭർത്താവിന്റെ ഒരു സാക്രിഫൈസ് അതൊരു രാജ്യസ്നേഹി, രാജ്യത്തിന് വേണ്ടി ബലിയർപ്പിച്ച പോലുള്ളൊരു സംസാരമാണ് അവർ സംസാരിച്ചത്. അതുപോലെ ആ മോള് ഒരിറ്റ് കണ്ണീര് പോലും വരാതെ നിന്ന് കംപ്ലീറ്റ് കാര്യങ്ങൾ പറഞ്ഞത് എന്നോട് പറയുന്നു, കരയരുത്. So that is a kind of families which India needs. നമുക്കത് നമ്മുടെ ആർക്കെങ്കിലും എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിന് ഗവൺമെന്റ് അത് ചെയ്തില്ല എന്ന് പറഞ്ഞ് കരയാതെ അതിനെ ബോൾഡായിട്ട് എടുത്തുകൊണ്ട് നമ്മൾ ഒറ്റക്കെട്ടാണെന്നുള്ളത് കാണിക്കണമെങ്കിൽ മറ്റുള്ളവർ ഇത് കാണുന്ന ഓരോ ഫാമിലീസും ആ കുട്ടീനെ നിങ്ങൾ കാണൂ, ആർട്ടീനെ. ദെൻ യു വിൽ അണ്ടർസ്റ്റാൻഡ് ദി നമ്മൾക്കൊരു മക്കളെ പെൺകുട്ടികളൊക്കെ എങ്ങനെ വളർത്തിക്കൊണ്ടുവരണം. വാട്ട് എ ബോൾഡ് ഗേൾ. സ്വന്തം കൺമുന്നിൽ വെച്ചിട്ടാണ് സ്വന്തം അടുത്ത് കിടന്നിരുന്ന അച്ഛൻ്റെ തലയ്ക്ക് വെടി വെച്ച് വന്നിട്ട് അവിടുന്ന് അച്ഛൻ്റെ കയ്യിൽ നിന്ന് ആ മൊബൈൽ എടുത്തുകൊണ്ട് പോന്നിരിക്കുന്ന ആ കുട്ടിയുടെ അനുഭവങ്ങൾ പറയുന്ന സമയത്ത് ഒരിറ്റ് കണ്ണീരായി വന്നില്ല. ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. വി നീഡ് ഫാമിലീസ് ലൈക്ക് ദിസ്, വി നീഡ് ഗേൾസ് ലൈക്ക് ദിസ്, വി നീഡ് ബോയ്സ് ലൈക്ക് ദിസ്. ദാറ്റ് ഈസ് വാട്ട്സ് എ പെട്രിയോട്ടിസം. അല്ല പട്ടാളത്തിൽ ചേർന്നുകൊണ്ട് മാത്രം പെട്രിയോട്ട് ആവുന്നില്ല. ഇതൊക്കെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എന്നിട്ട് അവർ പറഞ്ഞു എന്ത് ഇൻഫർമേഷൻ വേണമെങ്കിൽ ഞാൻ കൊടുക്കാൻ തയ്യാറാണെന്ന് ആരതി പറഞ്ഞാണത്. ബിക്കോസ് പട്ടാളക്കാർക്ക് ഞാൻ കണ്ടു അയാളുടെ രൂപരേഖ മുഴുവൻ പറഞ്ഞു കൊടുക്കാൻ എന്നെ കൊണ്ട് സാധിക്കും. കഴിയുന്ന ഇൻഫർമേഷൻസ് എല്ലാം അവർ കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും എന്നോട് പറഞ്ഞു എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാൻ പറഞ്ഞോളൂ. സോ ദിസ് ഇസ് എ കൈൻഡ് ഓഫ് പീപ്പിൾ വി എക്സ്പെക്ട്, എ ട്രൂ പെട്രിയോട്ടിക് ഇന്ത്യൻസ്. ജാതിക്കും മതത്തിനും പാർട്ടിക്കും അതീതമായി ഇതുപോലുള്ളൊരു ജനതയാണ് നമ്മൾ വളർത്തിയെടുക്കേണ്ടത്. സോ ഐ എം റിയലി ഇംപ്രസ്ഡ് ആൻഡ് സല്യൂട്ട് ദാറ്റ് ഫാമിലി ഫോർ ദിസ്. താങ്ക് യു. ഏതാ ആ അറ്റാക്ക് എന്നുള്ളത് ഞാൻ ഇപ്പോഴും പറയുന്നു, ഇത് പാകിസ്ഥാൻ ബേസ്ഡ് ആയിട്ടുള്ളൊരു ടെററിസ്റ്റ് ഓർഗനൈസേഷൻ ദേ ഹാവ് ഡൺ. അവർ ഈ അറ്റാക്ക് നടത്തിയിട്ടുണ്ടെങ്കിലും ഇതിനകത്ത് അവരുടെ വേറൊരു പ്ലാനിങ് കൂടിയായിരുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഹിന്ദു ആരാണ് മുസ്ലിം ആരാണെന്ന് പറഞ്ഞുകൊണ്ട് ചോദിക്കുന്ന സമയത്ത് ദാറ്റ് മീൻസ് വാട്ട്? ഇവിടെ ആ ഹിന്ദുക്കൾക്കും മുസ്ലിംസിനും ഇടയിൽ ആ മാനസികമായിട്ടൊരു വിദ്വേഷം ഉണ്ടാക്കാനും ഒരു പ്രക്ഷോഭം നടത്തിക്കാനും ഉള്ളൊരു ആഹ്വാനം കൂടിയായിരുന്നു അത്. ആ ഒരു ഹിഡൻ അജണ്ട. ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഒരു ടെററിസ്റ്റ് ഓർഗനൈസേഷനിൽ പ്രൈം മിനിസ്റ്ററുടെ പേര് പറഞ്ഞുകൊണ്ട് ചാലഞ്ച് ചെയ്യുന്നതൊക്കെ കാണുന്നത്. ദാറ്റ് മീൻസ് വാട്ട്? ഇന്റൻഷൻ ഈസ് സംതിങ് ഡിഫറെന്റ്. ഇതിന്റെ ഒരു തറോ എൻക്വയറി ഈ രാജ്യത്ത് നടത്തണം. ഇനിയും രാജ്യദ്രോഹം പറയുന്ന ഏത് പൊളിറ്റീഷ്യനോ ആരാണെങ്കിലും ശരി, അവരെ ദേ ഷുഡ് ബി ടേക്കൻ ഫോർ ടാസ്ക്. അവരെ യു കനോട്ട് ലീവ് ഇറ്റ്. വൈ? ബിക്കോസ് ഇതിന് പിറകിലുള്ളത് എന്താണെന്നുള്ളത് അതിപ്പോൾ ശ്യാംപിത്രോയുടെ പേര് വരാൻ തുടങ്ങി. അതുകൊണ്ട് അടുത്ത് തന്നെ പലരുടെയും പേര് വരും. സോ my India is not the old India. Now it is a new India. It is very powerful. You all should be very happy that we are strong.
പെരുമ്പാവൂർ മുടിക്കലിൽ രാവിലെ പുഴയരികിൽ നടക്കാനിറങ്ങിയ സഹോദരിമാർ വെള്ളത്തിൽ വീണ് അപകടം. ഒരാൾ മരിച്ചു. മുടിക്കൽ സ്വദേശി പുളിക്കക്കുടി ഷാജിയുടെ മകൾ 19 വയസ്സുള്ള ഫാത്തിമയാണ് മരിച്ചത്. വീണ്ടും ഒരു മുങ്ങിമരണം കൂടി. പെരുമ്പാവൂർ മുടിക്കലിൽ രാവിലെ പുഴയരികിൽ നടക്കാനിറങ്ങിയ സഹോദരിമാർ വെള്ളത്തിൽ വീണ് അപകടത്തിൽപ്പെടുകയായിരുന്നു. മുടിക്കൽ സ്വദേശി പുളിക്കക്കുടി ഷാജിയുടെ മക്കളായ 15 വയസ്സുകാരി ഫർഹത്ത്, 19കാരി ഫാത്തിമ എന്നിവരാണ് വെള്ളത്തിൽ വീണത്. സമീപത്ത് ചൂണ്ടയിട്ടുകൊണ്ടിരുന്നയാൾ അപ്പോൾ തന്നെ വെള്ളത്തിലിറങ്ങി ഫർഹത്തിനെ രക്ഷപ്പെടുത്തി. നാട്ടുകാരുടെ സഹായത്തോടെ ആശുപത്രിയിലെത്തിച്ചു. ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ തുടർന്ന് നടത്തിയ തിരച്ചിലിൽ ഫാത്തിമയുടെ മൃതദേഹം ലഭിച്ചു. കുട്ടികൾ വീണതിന് കുറച്ച് താഴെ മാറിയാണ് മൃതദേഹം ലഭിച്ചത്. ഫയർഫോഴ്സിന്റെ സംഘമെത്തി 2 മണിക്കൂറിന് ശേഷം മുങ്ങിയെടുക്കുകയായിരുന്നു. മൃതദേഹം പെരുമ്പാവൂർ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. രക്ഷപ്പെട്ട ഫർഹത്തിന് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളില്ലെന്ന് ആശുപത്രി അധികൃതർ അറിയിച്ചു. മുടിക്കൽ ഡിപ്പോ കടവിലാണ് സംഭവം. രാവിലെ നടത്തം കഴിഞ്ഞ് പുഴയരികിലുള്ള പാറയിൽ നിൽക്കുമ്പോഴാണ് കാൽവഴുതി ഇവർ വെള്ളത്തിൽ വീണത്. ഫർഹത്ത് മുടിക്കൽ ക്യൂൻ മേരി സ്കൂളിലെ വിദ്യാർത്ഥിയാണ്. പെരുമ്പാവൂർ മാർത്തോമ കോളേജ് വിദ്യാർത്ഥിയാണ് മരിച്ച ഫാത്തിമ. കുട്ടികളുടെ പിതാവായ ഷാജിക്ക് ഖത്തറിലാണ് ജോലി. അവധിക്ക് വന്ന ശേഷം 2 ദിവസം മുമ്പാണ് ഷാജി തിരിച്ചുപോയത്. വെള്ളിയാഴ്ച കാഞ്ഞൂർ പാറക്കടവിൽ ഒരു വിദ്യാർത്ഥി മുങ്ങി മരിച്ചതിന്റെ ആഘാതത്തിന് പുറകെയാണ് വീണ്ടും ഒരു കുട്ടിയുടെ കൂടി ജീവൻ നഷ്ടമായത്. കൾച്ചറൽ സൊസൈറ്റി ഓഫ് അങ്കമാലിയുടെ ആഭിമുഖ്യത്തിൽ കാർഷികോത്സവം ഏപ്രിൽ 28-ന് സംഘടിപ്പിക്കും. സെമിനാർ, കാർഷിക പ്രദർശനങ്ങൾ, ക്ലാസുകൾ, അനുമോദനം എന്നിവയും ഉണ്ടാകുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. രണ്ടാമത്തെ പരിപാടിയാണ് വിത്തും കൈക്കോട്ടും എന്ന അങ്കമാലി കാർഷികോത്സവം എന്ന പരിപാടി. ആദ്യത്തെ പരിപാടി എന്നുള്ള നിലയ്ക്ക് MT ജയചന്ദ്രൻ അനുസ്മരണ യോഗം നടത്തിയിരുന്നു. അങ്ങനെ കലാസാഹിത്യ രംഗത്ത് മാത്രം പോരാ, മറ്റ് ഇതര മേഖലകളിൽ കൂടി CSAയുടെ പ്രവർത്തനം വ്യാപിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് കാർഷിക മേഖലയിലുള്ളവരെ ആദരിച്ചുകൊണ്ട് കാർഷിക മേഖലയ്ക്ക് ഒരു പ്രചോദനം നൽകുന്ന ഒരു പരിപാടി CSA ഏറ്റെടുക്കാൻ കാരണം. ഇത് ഏറ്റെടുത്തിട്ടുള്ളത് CSAയും CSA ലൈബ്രറിയും കൃഷി വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരും എല്ലാം ചേർന്നിട്ടുള്ള ഒരു സംയുക്തമായ ഒരു കമ്മിറ്റിയാണ് ഇത് ഏറ്റെടുത്ത് നടത്തുന്നത്. CSA പ്രസിഡന്റ് CK ഈപ്പൻ അധ്യക്ഷത വഹിക്കും. വൈദ്യുതി വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടി വിത്തും കൈക്കോട്ടും കാർഷികോത്സവം ഉദ്ഘാടനം ചെയ്യും. കൃഷി വകുപ്പ് മന്ത്രി P പ്രസാദ്, MP ബെന്നി ബെഹനാൻ, റോജി എം ജോൺ MLA, മറ്റു ജനപ്രതിനിധികൾ, രാഷ്ട്രീയ സാംസ്കാരിക നേതാക്കൾ തുടങ്ങിയവർ സംസാരിക്കും. അവാർഡ് ദാന സമ്മേളനം കൃഷിവകുപ്പ് മന്ത്രി P പ്രസാദ് ഉദ്ഘാടനം ചെയ്യും. അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റി, അഗ്രോ സർവീസ് സെന്റർ, അഗ്രോ ക്ലിനിക് തുടങ്ങിയ നിരവധി സ്ഥാപനങ്ങളുടെ പ്രദർശനങ്ങൾ ഉണ്ടായിരിക്കും. അങ്കമാലി ബ്ലോക്കിൽപ്പെട്ട 9 പഞ്ചായത്തും പാറക്കടവ് ബ്ലോക്കിൽപ്പെടുന്ന പാറക്കടവ്, ശ്രീമുഖനഗരം പഞ്ചായത്തുകളും അങ്കമാലി മുനിസിപ്പാലിറ്റിയും കൂടി ഉൾപ്പെടുന്ന 10 പഞ്ചായത്തുകളും ഒരു മുനിസിപ്പാലിറ്റി ഉൾപ്പെടുന്ന മേഖലയിൽ നിന്ന് വിവിധ മേഖലകളിൽ മികച്ച പ്രകടനം കൈവരിച്ചിട്ടുള്ള 8 കർഷകരെ വീതം ആദരിക്കുന്ന ഒരു പരിപാടിയായിട്ടാണ് ഇത് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അതിനുവേണ്ടി ഒരു സ്വാഗത സംഘം ചേർന്നിരുന്നു. ആ സ്വാഗത സംഘത്തിന് ശേഷം കർഷകരെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി അതാത് മേഖലയിലുള്ള അതാത് പഞ്ചായത്തിലുള്ള പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉൾപ്പെടെ ഉള്ള ആൾക്കാർ ഉൾപ്പെടുന്ന അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് കൗൺസിലിൻ്റെ കീഴിൽ അഗ്രികൾച്ചർ ഉദ്യോഗസ്ഥന്മാർ ഉൾപ്പെടെ 8 കർഷകരെ തിരഞ്ഞെടുത്തും കഴിഞ്ഞിട്ടുണ്ട്. കൾച്ചറൽ സൊസൈറ്റി ഓഫ് അങ്കമാലി CSA ലൈബ്രറിയുമായി കൂടിച്ചേർന്നുകൊണ്ട് വിവിധ പരിപാടികൾ ഒരു മാസത്തിൽ ഒരു വിപുലമായ പരിപാടി നിലയ്ക്ക് സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതിൻ്റെ ആദ്യ പരിപാടി ജയേന്ദ്രൻ്റെ MP സാറിൻ്റെയും അനുസ്മരണ യോഗമായിരുന്നു. നല്ല പങ്കാളിത്തത്തോടെ ഇത് നടത്തുകയുണ്ടായി. രണ്ടാമത്തെ കാര്യം ഞങ്ങൾ ആലോചിച്ചപ്പോൾ കാർഷിക രംഗത്തുള്ള ഒരു പ്രവർത്തിക്കുന്നവരെ ഒരു ആദരവ് കൊടുക്കുന്ന ചടങ്ങ്, അതോടൊപ്പം തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട് അവർക്കൊരു ക്ലാസ്സിൽ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ദൗത്യം ഏറ്റെടുക്കുന്നുള്ളതായിരുന്നു അടുത്ത പരിപാടിയുണ്ട്. CSAയുടെ കമ്മിറ്റിയും CSA ലൈബ്രറിയും അത് നമ്മുടെ സംസ്ഥാന കൃഷി വകുപ്പുമായി കൂടിച്ചേർന്നുകൊണ്ടാണ് പരിപാടി സംഘടിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. ആ പരിപാടി ഇപ്പോൾ 28-ാം തീയതിയാണ്, ഒരു തിങ്കളാഴ്ചയാണ് നടക്കുന്നത്. ആ പരിപാടിക്കകത്ത് ഇപ്പോൾ ഇവിടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഒരു ഏകദേശം ഒരു 300-350 വരുന്ന അങ്കമാലി ബ്ലോക്കിലെയും പാറക്കടവ് ബ്ലോക്കിലെ
2 പഞ്ചായത്ത് ഉൾപ്പെടുന്ന അതോടൊപ്പം തന്നെ മുനിസിപ്പാലിറ്റി കൂടി ചേർന്നുള്ള അവിടെയുള്ള കർഷകർക്ക് അതാതിടത്തെ കൃഷിഭവനുകൾ തിരഞ്ഞെടുക്കപ്പെട്ട കർഷകർക്ക് ഒരു പരിശീലന ക്ലാസ് കൊടുക്കുന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉദ്ദേശിച്ചത്. ആ പരിശീലന ക്ലാസ്സിന്റെ ഭാഗമായി അതിന് ഒരു പേര് നൽകി കാർഷികോത്സവം, അങ്കമാലിയുടെ കാർഷികോത്സവം എന്ന് പേര് നൽകി വിത്തും കൈക്കൂട്ടും എന്നുള്ള ഒരു പരിപാടിയായിട്ടാണ് ഈ കാർഷികോത്സവം നടത്തുന്നത്. നമ്മുടെ ആദരണീയനായിട്ടുള്ള ബഹുമാനപ്പെട്ട ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ, വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കൃഷ്ണൻകുട്ടി സാറാണ് ഈ പരിപാടി ഔപചാരികമായി രാവിലെ 10 മണിക്ക് ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ വിവിധ തരത്തിലുള്ള രോഗങ്ങൾ എങ്ങനെയാണ് ജൈവ സസ്യങ്ങളെ ബാധിക്കുന്നത്, അല്ലെ അതിനെങ്ങനെ പ്രതിരോധിക്കാൻ കഴിയുമെന്നുള്ളതിനെ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ വ്യക്തമാക്കുന്ന അഗ്രി ക്ലിനിക്ക് ഈ യൂണിവേഴ്സിറ്റിയുടെ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന അഗ്രി ക്ലിനിക്കിന്റെയും ഒരു ടീം കൂടി ഉണ്ടാവും. ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും ഒരു വിത്തിന്റെ പാക്കറ്റ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കാൻ ആലോചിക്കുന്നുണ്ട്. 8 മണിക്ക് തുറവൂർ ഗ്രാമപഞ്ചായത്ത് 7-ാം വാർഡിലെ 59-ാം നമ്പർ അങ്കണവാടിയിൽ കഴിഞ്ഞ 25 വർഷം സേവനമനുഷ്ഠിച്ച അങ്കണവാടി ഹെൽപ്പർ മേരി വർഗീസിന് യാത്രയയപ്പ് നൽകി. പെരിങ്ങാമ്പറമ്പ് അങ്കണവാടിയിൽ സംഘടിപ്പിച്ച യാത്രയയപ്പ് സമ്മേളനം പഞ്ചായത്ത് പ്രസിഡന്റ് ജെസി ജോയ് ഉദ്ഘാടനം ചെയ്തു. 7-ാം വാർഡ് മെമ്പർ സീന ജിജോ അധ്യക്ഷത വഹിച്ചു. സ്വാഗത സംഘം കൺവീനർ കെ ശിവൻ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് KN വിഷ്ണു മാസ്റ്റർ, ജോസഫ് പാറക്കാട്ടിൽ, ബേബി പാറക്കാട്ടിൽ, ദേവരാജൻ, KJ സായോന, KS ബീന, KK സുബ്രഹ്മണ്യൻ, മേരി വർഗീസ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. അല്ലെങ്കിൽ ഞങ്ങൾ സ്നേഹിച്ച ഗ്രാമത്തിന്റെ കണ്ണാടിയാണ്. അല്ലെങ്കിൽ ഒരു ഗ്രാമം അവർക്കില്ല. അത്ര വിശാലമാണ് അവരുടെ ഹൃദയം എന്നുള്ളതാണ്. സർവത്ര മേഖലകളിലും അംഗൻവാടി ഇന്ന് ഈ അംഗൻവാടിയിലെ സേവനം ചെയ്ത് ദീർഘകാലം ഈ അംഗൻവാടിയിലെ പ്രവർത്തനത്തിൽ സജീവമായി പങ്കാളിത്തം വഹിച്ച ഇവിടുത്തെ ഹെൽപ്പറായി പ്രവർത്തിച്ച ശ്രീമതി മേരി വർഗീസ് 25 വർഷം പൂർത്തീകരിക്കുകയാണ്. ഈ ഏപ്രിൽ മാസം 30-ാം തീയതി നമ്മുടെ അംഗൻവാടിയിൽ നിന്ന് വിട പറയുകയാണ്. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ തുറവൂർ ഗ്രാമപഞ്ചായത്തിലെ വർഷങ്ങൾക്ക് മുമ്പ് പ്രവർത്തിച്ചിരുന്നത് ചില ഒറ്റപ്പെട്ട ചേച്ചിനെ സംബന്ധിച്ച് ചെറിയൊരു വിഷമമുള്ള കാര്യമാണ്. 10-25 വർഷം ജീവിതത്തിന്റെ തന്നെ നല്ലൊരു ഭാഗം ഈ അംഗനവാടിക്കും ഇവിടുത്തെ കുട്ടികൾക്കും വേണ്ടി മാറ്റിവെച്ചു. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ചേച്ചിയുടെ കപ്പേളയ്ക്ക് ചേച്ചി 1-2 കിലോമീറ്റർ നടന്നിട്ടാണ് ഇവിടെ ഈ അംഗനവാടിയിൽ എത്തിച്ചേരുന്നത്. കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അവിടെ വീടിന്റെ അടുത്ത് തന്നെ അംഗനവാടിയിൽ ചേച്ചിക്ക് ജോലി ചെയ്യാൻ അവസരം ഉണ്ടായെങ്കിലും ഇവിടെയുള്ള നാട്ടുകാരോടും കുട്ടികളോടും ഈ അംഗനവാടിയോടുമുള്ള താല്പര്യത്തെ പ്രമാണിച്ച് ചേച്ചിയുടെ ഈ അംഗനവാടിയിൽ തന്നെ തുടർന്നു പോവുകയായിരുന്നു. 25 വർഷമായിട്ട് ഇവിടെ തന്നെ വളരെ ആത്മാർത്ഥതയോടുകൂടി നാട്ടുകാർക്ക് പ്രിയങ്കരിയായി ഇവിടെ ഇന്ന് റിട്ടയർമെന്റ് ചെയ്ത് നമ്മുടെ ചേച്ചിക്ക് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. ഏറെ സന്തോഷമുണ്ട്. ഇന്ന് ഉച്ചഭക്ഷണം കഴിഞ്ഞ് കിടന്നുറങ്ങുന്ന സമയത്ത് ഇത്രയും പ്രൗഢ ഗംഭീരമായ സദസ്സിനെ സാക്ഷിയാക്കി നമ്മുടെ ചേച്ചി ഇന്ന് ഇവിടുന്ന് റിട്ടയർമെന്റ് നൽകുന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ അറിയാം എത്രത്തോളം ചേച്ചിയുടെ പ്രവർത്തനം മികവുറ്റതാണെന്ന്.
ചേച്ചി 25 വർഷം എന്ന് പറയുന്നത് നമുക്കറിയാം. നമ്മുടെ കുഞ്ഞുമക്കളെ, അതായത് അമ്മയുടെ സ്നേഹവും വാത്സല്യവും കരുതലൊക്കെ നൽകി ഒരു അമ്മ കുഞ്ഞിനെ നോക്കുന്നത് പോലെ കൂട്ടിയും മുറുക്കിയും 25 വർഷം പിന്നിടുമ്പോൾ ഇത് നമുക്കറിയാം. ഇവിടെ നിന്ന് പടിയിറങ്ങിയ പൂർവ്വ വിദ്യാർത്ഥികള് പഠനത്തിനും വിദേശത്തൊക്കെ ആയിട്ട് ജോലിക്കൊക്കെ ആയിട്ട് പോയിരിക്കുമ്പോൾ അവരിന്ന് നല്ല നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ അംഗൻവാടിയിൽ നിന്ന് കിട്ടിയിരിക്കുന്ന അവർക്കുള്ള ആ എനർജി തീർച്ചയായിട്ടും അവർക്കുണ്ടാകും. സാഹചര്യം നമ്മുടെ അംഗൻവാടി സ്ഥാപിതമായിട്ട് 25 വർഷം ഈ വരുന്ന 5-ാം തീയതി പിന്നിടുകയാണ്. 25 വർഷം നമ്മുടെ നാട്ടിലെ ഒരു സർക്കാരിന്റെ അല്ലെങ്കിൽ ഒരു സ്ഥാപനം സ്ഥാപിതമാകുക എന്ന് വെച്ചാൽ ഒരു ചെറിയ കാര്യമല്ല. ഒരു അർദ്ധ സർക്കാർ സ്ഥാപനം ബാംബൂർ കോർപ്പറേഷൻ ഉണ്ടായത് ഒഴിച്ച് ഈ പ്രദേശത്ത് സർക്കാരിന്റെ യാതൊരുവിധ സ്ഥാപനങ്ങളും പ്രവർത്തിക്കുന്നുണ്ടായില്ല. ഒരു അംഗൻവാടി എന്ന് വെച്ചാൽ ഒരു നാടിന്റെ ഹാർട്ടാണ്, ഒരു നാടിന്റെ വികാരമാണ്. ഈ ഒരു നാടിന്റെ സർവത്ര മേഖലകളിലും ഒരു നാട്ടിൽ ദുരന്തങ്ങൾ വന്നാൽ ഒരു നാട്ടിൽ നമ്മുടെ അംഗൻവാടി തുടങ്ങാനായിട്ട് ഒത്തിരി കഷ്ടപ്പെട്ടു, ഒത്തിരി ബുദ്ധിമുട്ടി. ഓരോ വീടുകളിലും കയറി ഇറങ്ങിയും സഹായങ്ങൾ ചോദിച്ചു. അങ്ങനെ ഒരേ രീതിയിൽ കൂടിയാണ് ഞങ്ങൾ വാടകയ്ക്ക് തുടങ്ങി തന്നെ. ഏറ്റവും ആദ്യം ഞാൻ ഓർക്കുകയാണ്, ആ ചേട്ടൻ മരിച്ചു പോയെങ്കിലും ഞാൻ ആ ചേട്ടനെ ഏറ്റവും ആദ്യം ആ കുടുംബത്തെ ഓർത്താണ്. ആ മൂലമുടി ദേവസ്വന്റെ വീട്ടിലാണ് ഒരു ഇറയമാണ് ഞങ്ങൾക്ക് തന്നത്. ഇത് ഞങ്ങൾ സ്ഥലം കിട്ടാതെ കിടന്ന് കഷ്ടപ്പെട്ടപ്പോൾ ദേവസ്വന്റെ ഭാര്യ പറഞ്ഞു, നിങ്ങൾ ഇവിടെ തുടങ്ങിക്കോളൂ, ഈ ഇറയത്ത് തുടങ്ങിക്കോളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടെ തന്നെ തുടങ്ങി. പിള്ളേരാണെങ്കിലും ഒത്തിരി ഉണ്ടായിരുന്നു. ആ സമയത്ത് നന്നായിട്ട് പിള്ളേരുണ്ട്. പക്ഷെ ഇറയത്തുനിന്ന് റോഡിലേക്കാണ് കാലുകുത്തുന്നത്. അത് ഞങ്ങൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം ഈ കുഞ്ഞു പിള്ളേരെ റോഡിലേക്ക് കാലുകുത്തുമ്പോൾ ഞങ്ങൾക്ക് പേടിയാ. വണ്ടികൾ വരുന്നു, പല ബുദ്ധിമുട്ടുകളും ഞങ്ങൾക്ക് ഉണ്ടായി. അത് കഴിഞ്ഞ് ഒരു വർഷം ഞങ്ങൾ അവിടെ എങ്ങനെ പിടിച്ചു നിന്നു. അത് കഴിഞ്ഞ് അടുത്ത വീട്ടിലേക്ക് പോയി. അങ്ങനെ 4-5 മറ്റാത്ത സ്ഥലമാണ് നമ്മുടെ ഈ അംഗൻവാടി. അങ്ങനെ ഒത്തിരി ബുദ്ധിമുട്ടും കഷ്ടപ്പാടും എല്ലാം അറിഞ്ഞ് തന്നെയാണ് അംഗൻവാടിയിൽ നമ്മൾ ഈ അംഗൻവാടി ഇവിടെ കണ്ടത്. ഇത് സ്ഥലം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഒത്തിരി വീടുകൾ ഞങ്ങൾ കയറി ഇറങ്ങിയിട്ടുണ്ട്. പറയുന്ന പോലെയാണ് നമ്മുടെ പേരിച്ചാലും ശിവചേട്ടൻ ഈ അംഗൻവാടി കഷ്ടതയിലും ഈ അംഗൻവാടിയുടെ നല്ല സമയത്തും എപ്പോഴും കൂടെ ഉണ്ടായി. ഈ പരിപാടി ഇത്രയും ഭംഗിയാക്കി ചെയ്യാൻ കാരണം ഈ പേരിച്ചാലും ശിവചേട്ടനും നമ്മുടെ സുബ്രഹ്മണ്യൻ ചേട്ടനാണ്. സുബ്രഹ്മണ്യൻ കുറച്ച് നാളായിട്ട് വന്നിട്ടുണ്ടെങ്കിലും നല്ല സഹകരണമുണ്ട്. ചേട്ടനും ശിവചേട്ടനും പേരിച്ചാലും സുബ്രഹ്മണ്യൻ ചേട്ടനും ഞാൻ ഒന്നിച്ച് നമ്മൾ പറയുന്നു. മാണിക്യമംഗലം NSS ബോയ്സ് ഹൈസ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും വിവിധ വകുപ്പ് മേധാവികളും ചേർന്ന് അരുത് ലഹരി എന്ന ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണ പരിപാടി നടത്തി. പൊതുജനങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ട് നടത്തിയ ബോധവൽക്കരണ പരിപാടി എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് രാജേഷ് KK അധ്യക്ഷത വഹിച്ചു. ഡിസ്ട്രിക്ട് മെന്റൽ ഹെൽത്ത് പ്രോഗ്രാം ഓഫീസർ വിജിൻ MS ലഹരി വിപത്തിനെതിരെ ക്ലാസ് നടത്തി. പ്രധാനാധ്യാപിക സ്മിത S നായർ, വാർഡ് മെമ്പർ സ്മിത ബിജു, PTA വൈസ് പ്രസിഡന്റ് റെജി PS, സ്കൂൾ വിമുക്തി ക്ലബ് കോർഡിനേറ്റർ സാവിത്രി ദേവി എന്നിവർ സംസാരിച്ചു. ലഹരിക്കെതിരെ പ്രതിഷേധ ജ്വാലയായി എന്ന നൃത്താവിഷ്കാരവും വിദ്യാർത്ഥികൾ അവതരിപ്പിച്ചു. ഇനിയൊരു ഇടവേള. ക്ലിയർ വിഷൻ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് MV ചാക്കോ ജുവല്ലേഴ്സ് അങ്കമാലി. പരിശുദ്ധ സ്വർണ്ണ വജ്രതിലകത്തിന്റെ വിസ്മയലോകം. ഏറ്റവും പുതുമയാർന്ന വെഡിംഗ് കളക്ഷൻസ്, നൂതനമായ കിഡ്സ് ജ്വല്ലറി കളക്ഷൻസ്, അപൂർവങ്ങളായ ഡയമണ്ട് കളക്ഷൻസ്, പുതുമകളുടെയും വൈവിധ്യത്തിന്റെയും താരതമ്യങ്ങളില്ലാത്ത ഡിസൈനുകൾ. 35 വർഷത്തെ സേവന പാരമ്പര്യവുമായി KGP ജുവല്ലേഴ്സ്, കാലടി.
വാവ്, എലഗന്റ് ഡിസൈൻ. ട്രഡീഷണലാ? ഇതൊക്കെ എന്റെ അമ്മയുടെ ആഭരണങ്ങളാ. പാരമ്പര്യത്തോളം വരില്ലല്ലോ പുതിയ ഡിസൈൻ. പാരമ്പര്യവും പുതിയ ഡിസൈനും ഒരുമിച്ച് വന്നാലോ? ഇംപോസിബിൾ. യാ, പോസിബിൾ. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MB ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? ലാഭത്തെക്കാൾ ഉപരിയായിട്ട് ഒരു സോഷ്യൽ കമ്മിറ്റ്മെന്റിന്റെ ഭാഗമായിട്ട് കൂടിയാണ് ഞങ്ങളുടെ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ജീവധാര ഫൗണ്ടേഷൻ വഴി ധാരാളം വൃക്കരോഗികളെ സഹായിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. വാർത്തകൾ തുടരുന്നു. ശ്രീമൂലനഗരം പഞ്ചായത്തിൽ കൌമാരപ്രായക്കാരായ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നൽകി. ജനകീയ ആരോഗ്യ കേന്ദ്രം ചൊവ്വരയും എക്സൈസ് വകുപ്പും സാമൂഹ്യ നീതി വകുപ്പും സംയുക്തമായി നടത്തിയ ബോധവൽക്കരണ പരിപാടിയിൽ ആലുവ അസിസ്റ്റന്റ് എക്സൈസ് ഓഫീസർ സനൽകുമാർ ക്ലാസ് എടുത്തു. 100 കേസുകളിൽ 90% കേസുകളിലും പ്രതികളാകുന്നത് 20 വയസ്സിൽ താഴെയുള്ള വിദ്യാർത്ഥികളടക്കമുള്ള ബാല്യകൗമാരങ്ങൾ. എന്റെയും നിങ്ങളുടെയും കുടുംബത്തിന്റെ പ്രതീക്ഷകളായിട്ടുള്ള പൊന്നോമന മക്കൾ ഏറ്റവും അപകടകാരികളായിട്ടുള്ള മയക്കുമരുന്നിന്റെ പാതയിലേക്ക് അതിവേഗം വന്നു പതിക്കുന്ന ദയനീയമായ കാഴ്ച. അവിടെയും ഞാനിത് പറയാനുള്ള കാരണം, നിങ്ങളെപ്പോലുള്ള സാധാരണക്കാരായിട്ടുള്ള രക്ഷകർത്താക്കള് ഈ കഞ്ചാവ് പോലെയുള്ള സാധനങ്ങളെയാണ് ഇപ്പോഴും മയക്കുമരുന്നിന്റെ ഗണത്തിൽപ്പെടുത്തിയിരിക്കുന്നത്. ഒന്നും അല്ലാതായിരിക്കുന്നു. 2 കെമിക്കലുകൾ, 2 സിന്തറ്റിക് ഡ്രഗുകൾ. ഈ കുട്ടികളുള്ള ക്ലാസ്സിൽ ഇതിന്റെ ഒന്നും പേര് പറയരുതെന്ന് കൃത്യമായിട്ട് നിർദ്ദേശമുള്ളതുകൊണ്ട് അതിന്റെയൊക്കെ പേര് പറയും. ഒറ്റ തവണത്തെ ഉപയോഗം കൊണ്ട് പോലും നമ്മുടെ കുഞ്ഞുങ്ങളെ ഏറ്റവും മാരകമായ അഡിക്ഷന് വിധേയരാക്കുന്ന ഏറ്റവും അപകടകാരികളായിട്ടുള്ള ലഹരി പദാർത്ഥങ്ങൾ. ഇത് ഉപയോഗിക്കുന്ന കുട്ടികൾക്ക് ഇതിന്റെ ലഹരിയെ കുറിച്ച് മാത്രമേ അറിയൂ. അതിനപ്പുറത്തേക്ക് ഏറ്റവും അപകടകരമായ ഒരു രോഗം, ആ രോഗം എന്ന് പറയുന്നത് ചികിത്സിച്ച് മാറ്റാൻ കഴിയാത്ത തരത്തിലുള്ള മരണത്തിന്റെ അവസാന ഘട്ടത്തിൽ മാത്രം തിരിച്ചറിയാൻ കഴിയുന്ന, ചികിത്സിച്ച് നമ്മുടെ കുടുംബത്തിന്റെ സാമ്പത്തിക ഭദ്രതയുടെ നട്ടലൊടിച്ച് ഒടുവിൽ വേദനാജനകമായ രോഗാതുരമായ ഒരു ജീവിതചര്യയിലൂടെ നമ്മുടെ പൊന്നോമന മക്കളെ മരണത്തിന്റെ കയങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഏറ്റവും അപകടകാരികളായിട്ടുള്ള സിന്തറ്റിക് ഡ്രഗുകൾ അരങ്ങുവാഴുന്ന ഇടങ്ങളിലൂടെയാണ് നമ്മുടെ പൊന്നോമന മക്കൾ കടന്നു പോകുന്നത് എന്നുള്ളതാണ് ഈ കാലഘട്ടം നേരിടുന്ന ഏറ്റവും വലിയ അപകടം. പഞ്ചായത്ത് പ്രസിഡന്റ് VM ഷംസുദ്ദീൻ അധ്യക്ഷത വഹിച്ചു. ബോധവൽക്കരണ ക്ലാസിന് ആലുവ എക്സൈസ് ഓഫീസ് അസിസ്റ്റന്റ് എക്സൈസ് ഓഫീസർ സനൽകുമാർ നേതൃത്വം നൽകി. യോഗത്തിൽ വാർഡ് മെമ്പർ KP സുകുമാരൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ K സുനിൽകുമാർ, അംഗൻവാടി വർക്കർ ജെഫ്നി തുടങ്ങിയവർ സംസാരിച്ചു. ബ്ലോക്ക് മെമ്പർ സിനി ജോണി, ഗിരിജ ബാലൻ, P ധന്യ, അംഗനവാടി വർക്കർമാരായ അനീസ, വത്സല, ഷീജ, ദിവ്യ, ആശാ വർക്കർ ഗിരിജ, റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ തുടങ്ങിയവർ പങ്കെടുത്തു. എഴുതേണ്ട കഥയല്ല നീ, കണ്ണീരുതിർത്ത് മുന്നോട്ട് പോകേണ്ടതല്ല ഓരോ പെൺജീവിതവും. അഭിമാനത്തോടെ ഇപ്പോഴും പറയുന്ന ഒരു അച്ഛൻ പറയുന്ന വാക്ക്, പറഞ്ഞതുപോലെ ഒരച്ഛന്റെ രോദനം എന്ന് പറയുന്നത് പോലെ ഈ വാക്കോർക്കണം. എവിടെയും ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ വിദ്യാഭ്യാസത്തിന്റെ എല്ലാ സാധ്യതകളെയും പ്രയോജനപ്പെടുത്തി പ്രയത്നശേഷിയിലൂടെ അങ്കമാലി വേങ്ങൂർ സത്വ കൾച്ചറൽ സ്പേസിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി സമ്മർ ക്യാമ്പ് ആരംഭിച്ചു. ചിത്രകലാ സെക്ഷനിൽ പ്രശസ്ത ചിത്രകാരനും കാർട്ടൂണിസ്റ്റുമായ മനോജ് മത്തശ്ശേരിൽ ക്ലാസ് എടുത്തു. എവിടെന്നോ കേൾക്കണ ഒരു അനൗൺസ്മെന്റോ? 1 2 3 4 എല്ലാ പട്ടങ്ങളാണ്. മരത്തിലാണെന്ന് അറിയിക്കാൻ എന്താ ചെയ്യില്ല. സത്യയ്ക്ക് വേണ്ടിയിട്ട് ഇന്ന് ഞാൻ ചെയ്തത് കാർട്ടൂൺസും ഡൂഡ്ലിംഗ് എന്ന് പറഞ്ഞൊരു സെഷനാണ്. ഞാൻ സാധാരണയായിട്ട് ഇവരുടെ ക്യാമ്പിൽ സ്ഥിരമായിട്ട് ക്ലാസ്സസ് എടുക്കാൻ വരാറുണ്ട്. എറണാകുളം എൻ്റെ സ്വദേശം. കുട്ടികൾക്ക് ഇന്നത്തെ കാലത്ത് നമ്മൾ ഈ ആൻറ്റി ഡ്രഗ് ക്യാമ്പയിൻസ് ഒക്കെ നടക്കുന്ന ഒരു സമയത്ത് ഇത്തരം ക്യാമ്പുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് കുട്ടികൾക്ക് നമ്മൾ ഈ ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് അവരിലുള്ള കഴിവുകൾ എന്താണെങ്കിലും, അത് വരയായിരിക്കാം, അല്ലെങ്കിൽ ഒരുപക്ഷെ സ്പോർട്സ് ആയിരിക്കാം, പാട്ടായിരിക്കാം, ഡാൻസ് ആയിരിക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ വളരെ ഗൗരവപൂർവ്വം കണ്ട്
അതിനെ നമ്മൾ പരിപോഷിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് വേറെ ആക്ടിവിറ്റീസ് ഇല്ലാതെ വരുമ്പോഴും അവരുടെ എനർജി വേറെ സ്ഥലങ്ങളിൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റാതെ വരുമ്പോഴാണ് കുട്ടികൾ ഇന്ന് കാണുന്ന പോലുള്ള തെറ്റായ വഴികളിലൂടെ സഞ്ചരിക്കുന്നതെന്നാണ് നമ്മുടെയൊക്കെ ഒരുപാട് കാലത്തെ എക്സ്പീരിയൻസിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇത് ഏറ്റവും പെട്ടെന്ന് ശ്രദ്ധിക്കേണ്ടതും ഏറ്റവും കാര്യമായിട്ട് ഇത് എടുക്കേണ്ടതും പാരൻസ് ആണ്. അതായത് കുട്ടികളെ എന്താണെന്ന് പാരൻസ് അറിഞ്ഞിരിക്കണം. അതായത് അവരെ മാക്സിമം സപ്പോർട്ട് ചെയ്തുകൊണ്ട് അവരുടെ ഒപ്പം പോകണം. അത്തരം കാര്യങ്ങൾക്ക് ഇത്തരം ക്യാമ്പുകൾ ഒരുപാട് നമ്മളെ ഒരുപാട് നമ്മളെ സഹായിക്കും. ഇന്ന് ഇതുപോലുള്ള ആക്ടിവിറ്റീസ് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ കുട്ടികൾ സ്കൂളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ അവർക്ക് കളിക്കാൻ പോകാൻ ഇടങ്ങളുണ്ട്, അല്ലെങ്കിൽ അവർക്ക് സംസാരിക്കാനോ അവർക്ക് കൂട്ടുകാരുണ്ട്. ഇന്ന് അങ്ങനെയല്ല, കുട്ടികൾ ഓരോ വീടുകളിലും ഒതുങ്ങാണ്. അപ്പോൾ അവർക്ക് മറ്റൊന്നും ചെയ്യാനില്ലാത്തൊരു സമയത്താണ് അവർ ഇത്തരം പ്രവൃത്തികളിലേക്ക് നീങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഈ ആൻറ്റി സോഷ്യൽ കാര്യങ്ങളിലേക്ക് കുട്ടികൾ പോവാതിരിക്കാൻ അവരുടെ ആർട്ട്, സ്പോർട്സ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ ഒരുപാട് നമ്മളെ കൊണ്ടാവുന്ന രീതിയിൽ എൻഹാൻസ് ചെയ്യണം. അതിൻ്റെ ഫസ്റ്റ് പാർട്ട് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെയാണ് തുടങ്ങേണ്ടത്. നമ്മുടെ പാരൻസ് ആണ് ചെയ്യേണ്ടത്. അങ്കമാലി വേങ്ങൂർ സത്വ കൾച്ചറൽ സ്പേസിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കായി സമ്മർ ക്യാമ്പ് ആരംഭിച്ചു. ചിത്രകലാ സെഷനിൽ പ്രശസ്ത ചിത്രകാരനും കാർട്ടൂണിസ്റ്റുമായ മനോജ് മത്തശ്ശേരിയിൽ ക്ലാസ് എടുത്തു. ഏപ്രിൽ 21 ആരംഭിച്ച ക്യാമ്പ് മെയ് 10 സമാപിക്കും. 7 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്കായാണ് ക്യാമ്പ് നടത്തുന്നത്. റെഗുലറായിട്ട് എല്ലാ വർഷവും കുട്ടികൾക്ക് സമ്മർ ക്യാമ്പ് നടത്തുന്നുണ്ട്. മനോജ് സാർ ഫേമസ് ആയിട്ടുള്ള കാർട്ടൂണിസ്റ്റാണ്. മനോജ് സാറും കഴിഞ്ഞ 2-3 വർഷങ്ങളായിട്ട് റെഗുലറായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ മെയിൻലി തിയേറ്റർ ബേസ്ഡ് ആക്ടിവിറ്റീസ് ആണ് നടക്കുക. ഈ വർഷം നമ്മുടെ സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റിയിൽ തിയേറ്റർ ഡിപ്പാർട്ട്മെന്റിൽ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്ന വൈശാഖ് സാറാണ് ക്യാമ്പ് ലീഡ് ചെയ്യുന്നത്. അതിൻ്റെ കൂടെ തന്നെ വേറെ ആക്ടിവിറ്റീസും ആർട്ടായാലും ക്രാഫ്റ്റ് ആയാലും ക്ലേ മോഡലിംഗ് അതുപോലെ പല ആക്ടിവിറ്റീസും നമ്മൾ ചെയ്യുന്നു. യോഗയിലെ കുറച്ച് പാഠങ്ങൾ പഠിക്കാൻ സാധിച്ചു. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ പഠിക്കാൻ സാധിച്ചു. യോഗ സത്വ ക്ലാസ്സിൽ ഇതുപോലെ നല്ല ഹെൽപ്പിങ്ങും നന്നായിട്ട് പഠിപ്പിക്കുകയും ചെയ്യും. നല്ല ഡ്രോയിങ്ങും എല്ലാം പഠിപ്പിക്കുന്നുണ്ട്. ഗെയിംസ്, ആർട്സ്, തിയേറ്റർ, ക്ലേ മോഡലിംഗ്, ഡാൻസ് തുടങ്ങി വിവിധ വിഷയങ്ങളിൽ കുട്ടികൾക്ക് പരിശീലനം നൽകുകയാണ് ക്യാമ്പിലൂടെ ലക്ഷ്യമിടുന്നത്. ആക്ടിവിറ്റീസിലേക്ക് ഡ്രോയിങ്ങിലോട്ടൊക്കെയാണ് ഇവർ നമ്മളെ കൂടുതൽ അട്രാക്റ്റീവ് ആക്കുന്നത്. പിന്നെ ഇവരാണെങ്കിൽ നമ്മുടെ ടൈം പോകുന്ന അറിയത്തില്ല. ഇവരാണെങ്കിൽ നമ്മളെ കളിപ്പിക്കുന്ന രീതിയും പഠിപ്പിക്കുന്ന രീതിയും ഏകദേശം ഒരേപോലെയാണ്. നമ്മൾ കളിക്കുന്ന വിചാരിക്കും, പക്ഷെ നമ്മൾ ആ സമയത്ത് തന്നെ നമ്മൾ വേറെ കാര്യങ്ങളും പഠിക്കുന്നുണ്ടാവും. ഈ ക്യാമ്പ് നമ്മുടെ ശരിക്കുള്ള ഹിഡൻ ടാലൻസ് കാണിക്കാനും നമുക്ക് അറിയാത്ത കുറേ കാര്യങ്ങൾ പഠിക്കാനും ഒബ്സർവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യണ ഒരു ക്യാമ്പാണിത്. ക്യാമ്പ് നമ്മൾ ബോറടിക്കുന്ന സമയത്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. കുറേ കാര്യങ്ങളുണ്ടാവും. ചില സമയത്ത് നമുക്ക് അറിയാത്ത കാര്യങ്ങൾ നമുക്കൊരു ഹോബി ആവും. അങ്ങനെ കുറേ കാര്യങ്ങൾ ഈ ക്യാമ്പ് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ക്യാമ്പ് നല്ലതായിരുന്നു. താങ്ക് യു. ക്യാമ്പ് നല്ലതായിരുന്നു. ചിത്രം വരയ്ക്കുന്നതായിരുന്നു പണ്ട്. ഇപ്പോഴും അതെ. ഇപ്പോഴും ആണെങ്കിൽ എനിക്കറിഞ്ഞൂടെ ചിത്രമൊന്നും വരയ്ക്കാനായിട്ട്. ഗെയിംസ് ഒക്കെ കളിക്കാറുണ്ട്. ഇടയ്ക്കാണെങ്കിൽ ബോള് കിക്ക് ചെയ്യാൻ അയക്കുമ്പോ ബലൂണ് വെച്ച് ഇന്നലെ കളിച്ചിരുന്നു. എൻ്റെ പേര് ശ്രീലക്ഷ്മി. ഞാൻ ഇവിടെ 2-3 വർഷമായിട്ട് ക്യാമ്പ് അറ്റൻഡ് ചെയ്തതാണ്. ഇവിടെ നിന്ന് വന്നപ്പോൾ എനിക്ക് കുറേ ഫ്രണ്ട്സിനെ കിട്ടി. അതുപോലെ തന്നെ ഞാൻ ഇവിടുന്ന് ഡ്രാമ ചെയ്തു, കാർട്ടൂൺ പഠിച്ചു. പിന്നെ കുറേ ഗെയിംസ് എനിക്ക് അറിയാത്ത ഞാൻ ഇവിടുന്ന് കുറേ പഠിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് ഓരോ ആൾക്കാരുടെ എങ്ങനെയാണ് അവരെ ക്ലാസ്സിൽ ഇരിക്കണേ, പിന്നെ നമ്മൾ ഇവിടെ ഇരിക്കുന്നത് നമ്മൾ എങ്ങനെയാണ്, അതായത് നമുക്ക് വീട്ടിൽ ചെന്നാൽ നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യില്ല. ഇവിടെ വന്ന് നമുക്ക് സമയം പോകണം അറിയാൻ പറ്റില്ല. അങ്ങനെ നമുക്ക് ഇവിടെ വന്നാൽ കൂടുതൽ കുറെ കാര്യങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ബാലസംഘം വേനൽത്തുമ്പി കലാജാഥയ്ക്ക് കപ്രശ്ശേരിയിൽ സ്വീകരണം നൽകി. ആലുവ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ 10 വില്ലേജുകളിൽ കലാജാഥ പര്യടനം നടത്തുന്നുണ്ട്.
വേനൽ തുമ്പികളെ വരവേൽക്കാനാണ്. അങ്ങനെ നമ്മൾ എല്ലാവരും കാത്തിരുന്ന വേനൽ തുമ്പികള് ഇവിടെ എത്തിക്കഴിഞ്ഞു. എല്ലാവർക്കും ഞങ്ങളുടെ പേരില് സ്വാഗതം ആശംസിക്കുന്നു. രണ്ടാമതായിട്ട് ഭാഗ്യപ്രിയ കീഴ്മാട്, മൂന്നാമതായിട്ട് ആദിദേവ്, അടുത്ത അനന്യ ഇമ്മാനുവൽ കീഴ്മാട്, എഴുതാമ്പൽ റോഷൻ ചൂർണിക്കര, ഭഗത് രാജ് നെടുമ്പാശ്ശേരി, സിദ്ധാർത്ഥ് സുനിൽ അടുത്തത് ആലുവ, അക്ഷയ് നെടുമ്പാശ്ശേരി വെസ്റ്റ്, സഹറ ഫാത്തിമ സൽജൻ, അഭയ്ദേവ്, സാലിഹ എടത്തല. സംഘാടക സമിതി ചെയർമാൻ MR സത്യൻ, കൺവീനർ R സുനിൽകുമാർ, ബാലസംഘം കൺവീനർ തമ്പുരു എന്നിവർ ചേർന്ന് സ്വീകരണം നൽകി. ബാലസംഘം ജില്ലാ കൺവീനർ പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് നടന്ന കലാപരിപാടികൾക്ക് ക്യാപ്റ്റൻ അശ്വിൻ പ്രസാദ്, MK പ്രകാശൻ, വിസ്മയ, ബാലസംഘം ഏരിയ കൺവീനർ ദാസൻ മാഷ്, ജോയിന്റ് കൺവീനർ ഷാലി, അജിത ടീച്ചർ എന്നിവർ നേതൃത്വം നൽകി. 5 ദിവസം കൊണ്ട് 16 കുട്ടികൾ വളരെ രസമായി മനോഹരമായി നിങ്ങളുടെ ഹൃദയങ്ങളിൽ കൂടുകൂട്ടും. അപ്പൊ 5 ദിവസം കൊണ്ട് അവർ പഠിച്ചെടുത്തത് ഇവിടെ അവതരിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾ കാണണം, അറിയണം. നാളെ വേനൽ തുമ്പികളായിട്ട് ഈ നാട്ടിലെ കുരുന്നുകൾ വരണം. അപ്പൊ നമുക്ക് ബാലസംഘത്തെ നെഞ്ചോട് ചേർക്കണം. ഈ പ്രദേശം ആകമാനം ബാലസംഘം നിറയണം. നമ്മുടെ പ്രസ്ഥാനം അങ്ങനെ വളർന്ന് പന്തലിക്കണം. കേട്ടു നിൽക്കുന്ന ഓരോ മാതാപിതാക്കളും കൂട്ടുകാരും മുതിർന്നവരും അടുത്ത മാസം മുതൽ ബാലസംഘത്തിന്റെ യൂണിറ്റുകളിലേക്ക് കുട്ടികളെ വിട്ടുകൊണ്ട് നമ്മുടെ ആലുവയെ എറണാകുളം ജില്ലയിലെ ഏറ്റവും മഹത്തരമായ വേനൽത്തുമ്പി കലാജാഥയിലേക്ക് അടുത്ത വർഷം നയിക്കാനുള്ള പ്രവർത്തനത്തിന് ഇപ്പോഴേ തുടക്കം കുറിക്കണം. പരിപാടിയിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികൾക്കും പാർട്ടി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ EM സലീം, PJ അനിൽ, ചെങ്ങമ്മനാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് MK അസീസ്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ഇബ്രാഹിംകുട്ടി, TV സുധീഷ്, PR രാജേഷ്, ഗായത്രി, പഞ്ചായത്ത് അംഗങ്ങളായ നിഷ പൗലോസ്, ഭാവന രഞ്ജിത്ത് എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു. R സുനിൽകുമാർ ചടങ്ങിൽ സംസാരിച്ചു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വിയോഗത്തിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് അങ്കമാലി ചമ്പന്നൂർ യൂത്ത് കോൺഗ്രസ് ഗാന്ധി ഭവനിൽ ഛായാചിത്രം വരച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് റിൻസ് ജോസ്, ആർട്ടിസ്റ്റ് KR സുബ്രൻ, TK തങ്കച്ചൻ, അഡ്വക്കേറ്റ് സാജി ജോസഫ്, KA ജോൺസൺ, EP വർഗീസ്, KV വർക്കി കുഞ്ഞ്, KV ദേവസി, MJ ടോമി എന്നിവർ നേതൃത്വം നൽകി. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ശുക്ർ ജ്വല്ലറി, കൊല്ലം, കരുനാഗപ്പള്ളി, അങ്കമാലി, ചാലക്കുടി, തൃശൂർ, ദുബായ്. സ്വർണ്ണ ഗ്രാമിന് 9,005 രൂപ, പവന് 72,040 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ശുക്ർ ജ്വല്ലറി, കൊല്ലം, കരുനാഗപ്പള്ളി, അങ്കമാലി, ചാലക്കുടി, തൃശൂർ, ദുബായ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.
കാലടി സർവകലാശാല കവാടത്തിന് മുൻപിൽ പ്രധാനമന്ത്രിയെ അവഹേളിക്കുന്ന ബോർഡ് സ്ഥാപിച്ചതിൽ കേന്ദ്ര ഇന്റലിജൻസ് അന്വേഷണം ആരംഭിച്ചു. പഹൽഗാം ഭീകരാക്രമണത്തിൽ മരിച്ച ഇടപ്പള്ളി സ്വദേശി രാമചന്ദ്രൻ നായരുടെ മകൾ ആരതിയുടെ ധീരതയെ പ്രശംസിച്ച് മേജർ രവി. പെരുമ്പാവൂർ മുടിക്കലിൽ പുഴയരികിൽ നടക്കാനിറങ്ങിയ സഹോദരിമാർ വെള്ളത്തിൽ വീണ് അപകടം, ഒരാൾ മരിച്ചു. ഇതോടെ ഈ വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.